അപ്പോൾ വൈകുന്നേരം ഒന്ന് വിൻഷേട്ടൻ കുറച്ച് നേരത്തെ വന്നോണ്ട് തന്നെ ഇത് നമ്മളിങ്ങനെ ഉമ്മർത്തിരിക്കുകയായിരുന്നു കേട്ടോ. ആ നേരത്തെ ആടുന്ന് വിൻഷേട്ടൻ്റെ അച്ഛനും അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും കൂടിയിട്ട് കറുകപ്പുത്തൂർക്ക് പോയതാട്ടോ അമ്മയുടെ പല്ല് പറിക്കാൻ വേണ്ടിയിട്ട്. അതാണ് അമ്മ ഇങ്ങനെ ഇരിക്കണത്. വായിൽ മൊത്തം പഞ്ഞി ഇങ്ങനെ തള്ളി കയറ്റി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ നാലാളും കൂടിയിട്ട് ഇതേ ഇങ്ങനെ ഉമ്മർത്ത് ഇരുന്ന് വർത്താനം പറയാട്ടോ. എല്ലാവർക്കും അതേട്ടോ മുറ്റം ചെയ്തത് ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ. അതന്നെയാണ് സംസാര വിഷയം. ഇപ്പം നല്ല വൃത്തിയായി നല്ല രസമായി നോക്കിയാട്ടോ പറയണത്. പിന്നെ നമ്മുടെ തേജപ്പൻ്റെ പിള്ളേർ ഇതേ വിളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേവ അവരുടെ പിന്നാലെ അങ്ങോട്ട് ഓടിപ്പോയി. അപ്പുറത്തെ വീട്ടിൽ പോയിട്ടോ കളിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ അവരവിടെ പോയി. പിന്നെ നമ്മുടെ വർത്തമാനങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ചെടികളൊക്കെ ഭയങ്കര കാര്യമായിട്ടോ. ഞാൻ മാമന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ വിൻഷാന്റെ വീട് ഒരു പൂന്തോട്ടമായിട്ടാണ് നിന്നിടുന്നത്. അത്രയും ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്മ അവിടെ ആ പൂവച്ചോക്ക് ഇവിടെ ഈ പൂവച്ചോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ചെടിയെ കുറിച്ച് അവർക്ക് അറിയില്ല കേട്ടോ. നമ്മുടെ കലാത്തിയല്ലേ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തേജ് അവിടെ നല്ല കളി ആയതുകൊണ്ട് അവിടെ നിന്നിട്ട് ആറ്റ കൊടുക്കട്ടെ ചെയ്യണുള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് വീട്ടിലേക്കായിട്ട് പോകണത്. അവിടെ അമ്മമ്മ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ വേഗം പോവുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാനും വിൻഷേട്ടനും കൂടിയിട്ട്, ഞാനില്ല കേട്ടോ വിൻഷേട്ടൻ ഒറ്റയ്ക്ക് ഇതേ നമ്മുടെ വീടിന്റെ മൊത്തത്തിൽ ഇതേ തേച്ചരച്ച് കുളിപ്പിക്കാൻ നോക്കട്ടെ. അപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡില്ലേ അവിടെ ഓൾറെഡി ഇന്നലെ വിൻഷേട്ടൻ ഒന്ന് വാഷ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നാ പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു. നമ്മൾ പെയിന്റ് അടിക്കണം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ അത് താങ്ങില്ല. അതുകൊണ്ട് വിൻഷേട്ടൻ ജസ്റ്റ് ഇന്നലത്തെ ഒരു ദിവസം ഈ ഒരു സൈഡില്ലേ ആ ഒരു സൈഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ക്ലീൻ ആയ പോലെ തോന്നി. പിന്നെ ഞാൻ ഈ കാട്ടുന്ന പ്രശ്നം വേറെ ഒന്നുമല്ല കേട്ടോ. ഈ ഒരു ഡ്രസ്സ് കാണിച്ചെന്താണ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങുന്നവർക്ക് ഞാൻ വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ ടാഗ് ചെയ്യാം കേട്ടോ. മെയിനായിട്ട് ഇതിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ. നല്ല അത്യാവശ്യം കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജിമ്മിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ടൈപ്പാണ്. ഇത് തകൃതിയായിട്ട് തേച്ചരച്ച് കുളിപ്പിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡ് കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ തന്നെ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് ആയി. തുറച്ച് കഴുകിയാൽ പോകുന്നു മനസ്സിലായല്ലോ. അപ്പോൾ വിൻഷേട്ടൻ രണ്ടും കൽപ്പിച്ച് കയറിയിട്ടുണ്ട്. മൊത്തത്തിൽ തേച്ചരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നിന്നിട്ട് പാവുണ്ട്. അതേ അമ്പലത്തിൽ പാട്ടും കൂടി വെച്ചു കേട്ടോ. 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ വേഗം വിളക്കുളത്തേണ്ട കാര്യങ്ങൾ നോക്കി. വിൻഷേട്ടൻ അവിടെ പണിയിൽ തന്നെയാണ് കേട്ടോ. കാരണം ഒരു പണി തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് പൂർത്തിയാക്കാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ വിൻഷേട്ടൻ അത് പൂർത്തിയാക്കിയിട്ടേ ഇറങ്ങണുള്ളൂ എന്ന് പറഞ്ഞിട്ട് നല്ല കഴുകൽ തന്നെയാണ് കേട്ടോ. ഞാൻ ആ നേരമായപ്പോഴേ വിളക്കും കാര്യങ്ങളൊക്കെ കൊളുത്തി. പിന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇതേ കഴുകിക്കൊണ്ട് ഏകദേശം അവസാന ഘട്ടത്തേക്ക് എത്തിയിട്ടാ. മോൾ ഭാഗം കൂടെ ഉള്ളൂ. പിന്നെ വിൻഷേട്ടൻ എന്താ ഇറങ്ങാത്ത വെച്ചാൽ വേറെ ഒന്നല്ല, ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. ചിലപ്പോൾ ഇത് എന്തായാലും കഴുകി വൃത്തിയൊക്കെ അത്യാവശ്യം നേരെ എടുക്കുമല്ലോ. അപ്പോൾ പകുതിക്ക് ഇടുമ്പോൾ ഇന്നലെ തന്നെ പകുതിക്ക് ഇട്ടോടെ. ഞാൻ വിളക്കോളത്തന്നെ നേരാണ് മതി ഇറങ്ങി പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയത്. പിന്നെ ഓരോ ദിവസം ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് വല്ല തിരക്കിൽ പെട്ട് കഴിഞ്ഞാൽ പകുതി വെളുത്തിട്ടും പകുതി കറുത്തിട്ടും എടുക്കേണ്ട അവസ്ഥയാവുമല്ലോ. അതുകൊണ്ട് അത് ഫിനിഷ് ചെയ്തിട്ട് ഇറങ്ങണുള്ളൂ പറഞ്ഞിട്ടാണ് ചെയ്യണത്. പിന്നെ ഞാനും തേജും കൂട്ടിയിട്ട് ഇതേ കുറച്ച് നേരം പഠിക്കാനുള്ള യുദ്ധത്തിലാണ്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.